അവൾ അരുന്ധതി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അലാറം കേട്ട് എഴുന്നേൽക്കുന്ന കുട്ടികൾ അഞ്ജലിയെ കാണാത്തതിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കുട്ടികൾ ആരും അറിയാതെ വീട്ടിന്റെ അകത്ത് എല്ലാം അഞ്ജലിയെ നോക്കുകയാണ്. ഈ സമയം ഉറങ്ങുന്ന അരുന്ധതി എഴുന്നേൽക്കുകയും കുട്ടികളുടെ റൂമിന്റെ അകത്ത് ലൈറ്റ് കാണുന്ന അരുന്ധതി അന്തം വിട്ട് ഇരിക്കുകയാണ്. ടെൻഷൻ അടിക്കുന്ന അരുന്ധതി ഉറങ്ങിക്കിടക്കുന്ന ഗുപ്തനെ വിളിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഗുപ്തന് ദേഷ്യം വരികയാണ്. ഗുപ്തനോട് അരുന്ധതി കാര്യം പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അരുന്ധതിയോട് വീട്ടിന്റെ അകത്ത് പോയി നോക്കാൻ പറയുകയാണ് ഗുപ്തൻ. അത് കേൾക്കുന്ന അരുന്ധതി അവിടെ നിന്നും പോകുന്നു. ഗുപ്തൻ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്തതിൽ വിഷമിച്ച് കരയുകയാണ്. ശേഷം തന്റെ വിഷമം പറഞ്ഞ് പിറുപിറുത്ത് ഗുപ്തൻ കിടന്നുറങ്ങുന്നു. അടുത്ത സീനിൽ രാഘവന്റെ റൂമിൽ വരുന്ന കുട്ടികൾ 3 പേര് രാഘവനെ വിളിച്ചുണർത്തിയിട്ട് അഞ്ജലിയെ കാണാനില്ല എന്ന് രാഘവനോട് പറയുന്നത് അവിടെ വരുന്ന അരുന്ധതിയും കേൾക്കുന്നു. അത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് അരുന്ധതി. രാഘവന് അന്നത്തെ പോലെ അഞ്ജലി മൂന്നാറിൽ പോയതായിരിക്കുമോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. അത് കേൾക്കുന്ന അമൃത 12 മണിവരെ അഞ്ജലി അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യം അമൃത പറയുന്നത് കേൾക്കുന്ന രാഘവൻ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അഞ്ജലിയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് രാഘവനും കുട്ടികളും എല്ലാ റൂമുകളിലും പോയി നോക്കുകയാണ്. അവസാനം അവരെല്ലാവരും പാർവതിയുടെ റൂമിൽ പോകുന്നു. അവിടെ പോകുന്ന അവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അവർ നോക്കുമ്പോൾ പാർവതിയുടെ അടുത്ത് കിടക്കുന്ന അഞ്ജലിയെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന അരുന്ധതിയും അതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് കുട്ടികൾ 3 പേരും അഞ്ജലി മിസ് അമ്മയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുകയാണ്. എന്നിട്ട് അവർ റൂമിന്റെ അകത്ത് കയറി അഞ്ജലിയെ വിളിക്കുകയാണ്. അഞ്ജലിയെ വിളിക്കുന്നത് കേൾക്കുന്ന പാർവതി എഴുന്നേൽക്കുന്നു. കുട്ടികളെ കാണുന്ന പാർവതി കുട്ടികളോട് പിക്നിക്കിന് പോകാൻ സമയമായില്ല എന്നും കുറച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാം എന്നും പറയുമ്പോൾ അമൃത പാർവതിയോട് പുറകിൽ നോക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന പാർവതി അഞ്ജലി അടുത്ത് കിടക്കുന്നത് കണ്ട് ഞെട്ടുകയാണ്. അഞ്ജലി എപ്പോഴാണ് അവിടെ വന്നതെന്ന് ആലോചിച്ചിരിക്കുകയാണ് പാർവതി. ഇതെല്ലാം കാണുന്ന അരുന്ധതി അഞ്ജലിക്ക് ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഉറങ്ങിക്കിടക്കുന്ന അഞ്ജലിയെ അമൃത വിളിക്കുകയാണ്. എഴുന്നേൽക്കുന്ന അഞ്ജലി പാർവതിയെ കണ്ട് അലറി വിളിക്കുകയാണ്. എന്നിട്ട് എന്റെ റൂമിൽ എന്തിനാണ് വന്നതെന്നും എന്റെ അടുത്ത് കിടക്കാൻ ആരാ പെർമിഷൻ തന്നതെന്നൊക്കെ പാർവതിയോട് ചോദിക്കുന്നത് കേട്ട് കുട്ടികളെല്ലാവരും അഞ്ജലിയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. എന്നിട്ട് അമൃത അഞ്ജലിയോട് ആദ്യ റൂം ആരുടേതാണെന്ന് നോക്കാൻ പറയുമ്പോൾ റൂം നോക്കുന്ന അഞ്ജലി എന്നെ ആരാണ് ഈ റൂമിൽ കൊണ്ട് കിടത്തിയതെന്ന് അഞ്ജലി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന കുട്ടികൾ അവിടെ നിന്നും പോകുന്നു. പിക്നിക്കിന് വേണ്ടി പോകാൻ പെട്ടെന്ന് റെഡിയാകാൻ അഞ്ജലിയോട് പറഞ്ഞിട്ട് രാഘവനും അവിടെ നിന്ന് പോകുന്നു. പാർവതി അഞ്ജലി എങ്ങനെയാണ് റൂമിൽ വന്നതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. പാർവതിയെ കാണുന്ന അഞ്ജലി എന്നെ സോൾജേഴ്സിന്റെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം മിസ് അമ്മ ഈ റൂമിൽ കിടത്തിയതാണെന്ന് പറയുകയാണ് അഞ്ജലി. പാർവതി നമ്മുടെ പിണക്കമൊക്കെ മാറിയില്ലേ എന്ന് പറഞ്ഞ് അഞ്ജലിയെ പിടിക്കാൻ നോക്കുമ്പോൾ മാറി നിൽക്കുന്ന അഞ്ജലി നിങ്ങൾ എപ്പോഴും എന്റെ ശത്രുവായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ പിക്നിക്കിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മഹേശ്വരിയെ കാണുന്ന ലീല മഹേശ്വരിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. മറുവശത്ത് മഹേന്ദ്രൻ റെഡിയാവുകയാണ്. മഹേന്ദ്രന്റെ അടുത്ത് വരുന്ന അരുന്ധതി മഹേന്ദ്രന് കേൾക്കാൻ കഴിയില്ല എന്ന് അറിയാമെങ്കിലും അരുന്ധതി രാത്രിയിൽ നടന്ന അഞ്ജലിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മഹേന്ദ്ര ടേബിളിന്റെ ഡ്രോയിൽ നിന്ന് ഒരു ഹാൻഡ് ബാഗ് എടുക്കുന്നു. ആ ബാഗ് കാണുന്ന മഹേന്ദ്ര വിഷമത്തോടെ നിൽക്കുന്നത് കാണുന്ന അരുന്ധതി ആ ഹാൻഡ് ബാഗിൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ശേഷം മഹേന്ദ്ര ആ ബാഗ് തുറന്ന് കുറച്ച് ഫോട്ടോസ് അതിൽ നിന്ന് എടുത്തിട്ട് ആ ഫോട്ടോയിൽ നോക്കി വിഷമിച്ചിരിക്കുന്നത് കാണുന്ന അരുന്ധതിക്കും വിഷമം വരികയാണ്. മുമ്പ് അഞ്ജലി മഹേന്ദ്രന് മേക്കപ്പ് ചെയ്ത് കൊടുത്തതും മഹേന്ദ്രന്റെ ഫേസ് കണ്ട് അരുന്ധതി ചിരിച്ചതും അവർ ഒരുമിച്ച് സെൽഫി എടുത്തതും എല്ലാം 2 പേർക്കും ഓർമ്മ വരികയാണ്. മഹേന്ദ്ര കരയുന്നത് കാണുന്ന അരുന്ധതിക്ക് മഹേന്ദ്രനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ചിരിക്കുകയാണ്. വിഷമം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അരുന്ധതി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴും മഹേന്ദ്ര ആ ഫോട്ടോസ് നോക്കി കരയുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.